നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിലെ പവിത്രമായ ആഭരണങ്ങളും വിഗ്രഹത്തിൽ ചാർത്തുന്ന സ്വർണ്ണപ്പാളികളും ഒക്കെ തന്നെ മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ ക്ഷേത്രത്തിലെ പരമോന്നത ആചാര പദവി അലങ്കരിക്കുന്ന തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റ് നിയമചരിത്രത്തിലെ തന്നെ അത്യപൂർവമായ നീക്കമാണ്. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ദീർഘമായ ചോദ്യം ചെയ്യലിന് ഒടുവിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അറസ്റ്റ് നടപടികൾ ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തിയത്. സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുക്കുന്നതിനും അവ കടത്തിക്കൊണ്ടുപോകുന്നതിനും തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായിട്ടുള്ള ഒത്താശയുണ്ടായെന്ന് അന്വേഷണ സംഘം പ്രഥമദൃഷ്ടിയ കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും സുരക്ഷയ്ക്കും മേൽനോട്ടം വഹിക്കേണ്ടുന്ന ഒരു വ്യക്തി തന്നെ കുറ്റകൃത്യത്തിന് വഴിയൊരുക്കിയെന്നത് ഭക്തജനങ്ങൾക്കിടയിലും ഭരണതലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണ്ണപ്പാളികൾ യഥാസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം സ്വർണം കുറഞ്ഞ അളവിൽ പൂശിയ ലോഹപ്പാളികൾ സ്ഥാപിച്ചുവെന്ന കണ്ടെത്തൽ അതീവ ഗൗരവമുള്ളതാണ്. ഈ മാറ്റങ്ങൾ വരുത്തുന്നതിന് ക്ഷേത്രത്തിനുള്ളിൽ സാങ്കേതികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പുറത്തുനിന്നുള്ള വ്യക്തികൾക്ക് പ്രവേശനം നൽകുന്നതിനും തന്ത്രിയുടെ അനുമതി അനിവാര്യമായിരുന്നു. പോറ്റി എന്നറിയപ്പെടുന്ന പ്രതിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ സ്വർണ്ണമാറ്റം അത് തന്ത്രിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലോ അറിവിലോ അല്ലാതെ സംഭവിക്കില്ലെന്ന് SIT കോടതിയെ ബോധിപ്പിച്ചു. ലോഹങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന വിദഗ്ധർ നൽകിയ റിപ്പോർട്ട് കേസിൽ തന്ത്രിക്കെതിരെയുള്ള ഏറ്റവും വലിയ ശാസ്ത്രീയ തെളിവായി മാറിയിരിക്കുകയാണ്. മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ 2007 മുതലുള്ള അടുത്ത ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കേവലം ഒരു പരിചയത്തിനപ്പുറം ക്ഷേത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള പൂജകളിലും ആചാരങ്ങളിലും തന്ത്രിയുടെ സഹായിയായി പോറ്റി പ്രവർത്തിച്ചിരുന്നതായിട്ടും ഫോട്ടോഗ്രാഫുകളും സാക്ഷിമൊഴികളും ഒക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലയിടങ്ങളിലും ശുപാർശ ചെയ്തത് തന്ത്രിയാണെന്ന ക്ഷേത്രം ഭാരവാഹികളുടെയൊക്കെ തന്നെ മൊഴി ഈ ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. തന്ത്രപരമായിട്ടുള്ള ഇത്തരം ശുപാർശകളിലൂടെ പോറ്റിയെ സ്വാധീനമുള്ള ഇടങ്ങളിൽ പ്രതിഷ്ഠിച്ചത് വഴി സ്വർണ്ണ കവർച്ചയ്ക്ക് ആവശ്യമായ പശ്ചാത്തലം ഒരുക്കുകയായിരുന്നുവെന്ന് അന്വേഷണ സംഘം കരുതുന്നു. കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തന്ത്രിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് SIT വിലയിരുത്തിയിരുന്നു. മറ്റ് പ്രതികളായിട്ടുള്ള പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത ശേഷമാണ് തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തത്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതിയിൽ തന്ത്രിയുടെ പേര് ബോധപൂർവം മറച്ചുപിടിച്ചത് തന്ത്രി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നത് തടയാനായിരുന്നു. ഇത്തരമൊരു നീക്കത്തിലൂടെ പ്രതിയെ നേരിട്ട് കസ്റ്റഡിയിലെടുക്കാനും തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യാനും പോലീസിന് സാധിച്ചു. ഈ കേസിന്റെ നിഴലിൽ ഭരണകക്ഷിയിലെ പ്രമുഖരും ദേവസ്വം വകുപ്പിലെ ഉന്നതരും നിൽക്കുന്നുണ്ട് എന്നത് അന്വേഷണത്തെ ഏറെ സങ്കീർണമാക്കുന്നു. തന്ത്രിയുടെ അറസ്റ്റോടെ ഈ വിഷയം രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. തൻ്റെ അറസ്റ്റിലേക്ക് നയിച്ച കാര്യങ്ങൾ അത് ദേവസ്വം മന്ത്രിയുടെയോ ബോർഡ് പ്രസിഡന്റിൻ്റെയോ നിർദ്ദേശപ്രകാരമാണെന്ന രീതിയിലുള്ള മൊഴികൾ തന്ത്രി നൽകിയാൽ അത് സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കും. ദേവസ്വം ബോർഡിലെ അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിഹിതം പങ്കുവയ്ക്കലുകളിലുമൊക്കെ തന്നെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള വ്യക്തികൾ തന്നെ അഴിമതിയുടെ ഭാഗമായത് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാണ്. ശബരിമലയിലെ സ്വർണം കടത്തിയതിലൂടെ ലഭിച്ച വൻ തുക വിദേശത്തേക്കോ അല്ലെങ്കിൽ ബിസിനസ് മേഖലകളിലേക്കോ മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുന്നുണ്ട്. തന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ, അതോടൊപ്പം തന്നെ ബിനാമി നിക്ഷേപങ്ങൾ എന്നിവയൊക്കെ ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. മോഷണം മുതൽ വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച് ആർജിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ED ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കുന്നതോടെ കുറ്റവാളികൾക്ക് ജാമ്യം ലഭിക്കുന്നത് കൂടുതൽ പ്രയാസകരമായി മാറും. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന ഹൈക്കോടതിയുടെ നിലപാടാണ് കേസിനെ ഇത്രത്തോളം ശക്തമാക്കിയത്. 1998 മുതലുള്ള 27 വർഷത്തെ കാലയളവിലെ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളുടെയും കണക്കുകൾ പരിശോധിക്കാൻ 4 പ്രത്യേക ഗ്രൂപ്പുകളെ SIT നിയോഗിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം മുൻപ് നടന്ന സമാനമായ ക്രമക്കേടുകളെ കൂടി പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ സേവനമനുഷ്ഠിച്ച മറ്റ് ഉദ്യോഗസ്ഥരെയും തന്ത്രിമാരെയും ഈ പരിശോധനയുടെ ഭാഗമായി ചോദ്യം ചെയ്തേക്കാം. ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രി എന്ന പദവിക്ക് ഹൈന്ദവ വിശ്വാസികൾ നൽകുന്ന ബഹുമാനം വളരെ വലുത് തന്നെയാണ്. ആചാര്യൻ തന്നെ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന കണ്ടെത്തൽ അയ്യപ്പ ഭക്തർക്കിടയിൽ പോലും വൻ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ക്ഷേത്ര വിശുദ്ധിയും ആചാരങ്ങളും സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ വ്യക്തി ഭൗതികമായ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി വിഗ്രഹത്തിൽ ചാർത്തിയ ആഭരണങ്ങളിൽ പോലും കൃത്രിമം കാട്ടിയത് മാപ്പർഹിക്കാത്ത കുറ്റമായാണ് പൊതുസമൂഹം കാണുന്നത്. ഈ സംഭവം ക്ഷേത്രഭരണ സംവിധാനത്തിലും ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലും വലിയ പരിഷ്കാരങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴികൾ തന്ത്രിയെ പ്രതികൂട്ടിലാക്കുന്നതിൽ നിർണായകമായി മാറിയിട്ടുണ്ട്. തനിക്ക് മുൻപേ തന്നെ തന്ത്രിക്ക് പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും പല കാര്യങ്ങളും തൻ്റെ അറിവോടെയല്ല തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടന്നത് എന്നുള്ള മൊഴി കേസിലെ വഴിത്തിരിവായി മാറി. കൂടാതെ ക്ഷേത്രത്തിലെ ജീവനക്കാരും പൂജാരിമാരും നൽകിയ രഹസ്യ മൊഴികളിൽ തന്ത്രിയും പോറ്റിയും തമ്മിൽ നടത്തിയ ഗൂഢാലോചനകളെക്കുറിച്ച് സൂചനകളുണ്ട്. ഈ മൊഴികളെല്ലാം കോർത്തിണക്കി കുറ്റമറ്റ രീതിയിലുള്ള കുറ്റപത്രമാണ് SIT തയ്യാറാക്കുന്നത്. ശബരിമലയിലെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ തന്ത്രിയുടെ വാക്കിന് മുകളിൽ പ്രവർത്തിക്കാൻ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ സാധിക്കില്ല. ആഭരണങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനോ പരിശോധിക്കുന്നതിനോ തന്ത്രിക്ക് തടസ്സം നിൽക്കാമായിരുന്നു.
അങ്ങനെ ഒരു നടപടി തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് തൃപ്തികരമായിട്ടുള്ള മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഭീഷണി ഉണ്ടായിരുന്നോ അതോ മറ്റാരെയെങ്കിലും സംരക്ഷിക്കാനാണോ അദ്ദേഹം നിശബ്ദത പാലിച്ചത് എന്ന കാര്യം ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. തടയുക എന്നത് തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചുമതലയായിരുന്നിട്ടും അത് ചെയ്യാത്തത് ക്രിമിനൽ ഒത്താശയായിട്ട് തന്നെ നിയമം കണക്കാക്കുന്നു. തന്ത്രിയുടെ അറസ്റ്റോടെ ഈ കേസ് അവസാനിക്കുന്നില്ല. ഈ അഴിമതിയുടെ സാമ്പത്തിക ഗുണഭോക്താക്കൾ എന്ന നിലയിൽ ചില രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. മന്ത്രിസഭയിലെ അംഗങ്ങളോ CPMലെ വൻമരങ്ങളോ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ SITക്ക് മേൽ സമ്മർദ്ദമുണ്ട്. സ്വർണം വിറ്റുകിട്ടിയ പണം എവിടേക്കൊക്കെ വിതരണം ചെയ്യപ്പെട്ടുവെന്ന് കണ്ടെത്തുന്നത് വഴി വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ സാരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് ക്ഷേത്രഭരണ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു. തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ക്ഷേത്രങ്ങളിലെ ആസ്തികൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ സുതാര്യതയും ഓഡിറ്റിങ്ങും വളരെ ആവശ്യമാണെന്ന് ഈ സംഭവം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടങ്ങൾ ഈ കേസിലെ ഗൂഢാലോചനയുടെ എല്ലാ തലങ്ങളെയും പുറത്തു കൊണ്ടുവരും എന്ന കാര്യം ഉറപ്പാണ്. കുറ്റവാളികൾ എത്ര ഉന്നതരായാലും അവർ ശിക്ഷിക്കപ്പെടുമെന്ന ഉറച്ച സന്ദേശമാണ് SITയുടെ നിലവിലെ നീക്കങ്ങൾ നൽകുന്നത്. വരും കാലങ്ങളിൽ ശബരിമലയുടെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ ശക്തമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്കും ഈ കേസ് ഒരുപക്ഷെ കാരണമായി മാറിയേക്കാം.